തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തിൽ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച പരാതികൾ ശരിവച്ച് ആരോഗ്യവകുപ്പ് നിയോഗിച്ച വിദഗ്ധ സമിതി. ഡോക്ടർക്കെതിരെ നടപടി വേണ്ടെന്നും സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. റിപ്പോർട്ട് ഇന്ന് മന്ത്രി വീണ ജോർജിന് കൈമാറും. പരാതി ഉന്നയിച്ചതിൽ വിമർശനം കടുപ്പിക്കുമ്പോഴും സർക്കാരിനെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കാതെയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ പ്രതികരണം. സർക്കാരിനെയോ ആരോഗ്യമന്ത്രിയെയോ കുറ്റപ്പെടുത്തിയിട്ടില്ലെന്നും വിമർശനങ്ങളിൽ പരിഭവം ഇല്ലെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു. സംസ്ഥാനത്തെ ആരോഗ്യമേഖലയെ താറടിക്കുന്ന തരത്തിലാണ് പരാതി ഉന്നയിച്ചതെന്ന് മുഖ്യമന്ത്രിയും CPIM മന്ത്രിമാരും പാർട്ടി നേതാക്കളും കുറ്റപ്പെടുത്തുമ്പോഴും കരുതലോടെയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ പ്രതികരണം. ബ്യൂറോക്രസിയുടെ മെല്ലെപ്പോക്കിനെയാണ് ചൂണ്ടിക്കാട്ടിയതെന്നും മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പിനെയും കുറ്റപ്പെടുത്തിയിട്ടില്ലെന്നും ഡോക്ടർ ആവർത്തിച്ചു. സ്വീകരിച്ച മാർഗം ശരിയായില്ലെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ഞാനത് തെറ്റിപ്പോയി, എൻ്റെ കയ്യിൽ നിന്ന് അത് അല്പം തെറ്റുപറ്റി. കാരണം ഞാൻ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഈ ബ്യൂറോക്രസിക്കെതിരെയാണ് മാത്രമാണ് ഞാൻ അത് എഴുതിയിരുന്നത്. ആ ഫേസ്ബുക്ക് 3 പോസ്റ്റുകൾ ഞാൻ ഇട്ടിരുന്നു. 3ലും സർക്കാരിനെയോ ആരോഗ്യ വകുപ്പിനെയോ കുറ്റം പറഞ്ഞിട്ട് ഒന്നിലും ഞാൻ എഴുതിയിട്ടില്ല. ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള തെളിവ് വിദഗ്ധ സമിതിക്ക് കൈമാറിയിട്ടുണ്ടെന്നും സസ്പെൻഷൻ വന്നാൽ മാറി നിൽക്കുമെന്നും ഡോക്ടർ. വകുപ്പ് മേധാവി സ്ഥാനം ഒഴികെയല്ല എനിക്ക് ഇന്ന് സസ്പെൻഷനോ അങ്ങനെയുള്ള ശിക്ഷാ നടപടിയോ മാറ്റി നിർത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ കാര്യങ്ങളും അടുത്ത തൊട്ട് ജൂനിയർ ഡോക്ടറെ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തിൽ ഡോക്ടറുടെ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് ആരോഗ്യവകുപ്പ് നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ കാലതാമസമുണ്ടായി. സങ്കീർണ നടപടികൾ കാരണം രോഗികൾ അനുഭവിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണെന്നും നടപടിക്രമങ്ങൾ ലഘൂകരിക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. ഉന്നയിച്ച പരാതിയിൽ പൂർണ്ണമായും വസ്തുതയില്ലെങ്കിലും ഡോക്ടർക്കെതിരെ നടപടി വേണ്ടെന്നാണ് അന്വേഷണ സമിതിയുടെ ശുപാർശ. അതേസമയം ഡോക്ടർക്കെതിരെ നടപടിയെടുക്കരുതെന്ന നിലപാട് ആവർത്തിക്കുകയാണ് പ്രതിപക്ഷം. സത്യം വിളിച്ചു പറഞ്ഞതിന് നടപടിയെടുത്താൽ വലിയ പ്രതിഷേധമുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്ത് നമുക്ക് അപ്പം നോക്കാം. ഇങ്ങനൊരു സത്യം ഒരാൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്താൽ അതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധം കേരളത്തിലുണ്ടാവും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? വീണ ജോർജ് പരാജയപ്പെട്ട ആരോഗ്യമന്ത്രിയാണെന്ന് K മുരളീധരനും കുറ്റപ്പെടുത്തി. ഇതുപോലെ പരാജയപ്പെട്ടൊരു മന്ത്രി, ഞാൻ പറയുന്നത് ഡോക്ടർ AR മേനോനെ പോലെ പ്രഗത്ഭമതികൾ കൈകാര്യം ചെയ്ത വകുപ്പിൽ ഈ മന്ത്രി ഒരു അട്ടർ ഫെയിലിയറാണ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.